ഫൈനലി നമുക്ക് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് കിട്ടി. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്താ പണി കിട്ടാത്തത്. കിട്ടി, നല്ല അടിപൊളിയൊരു പണി കിട്ടി. ഇനി കരഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലൗസ് എനിക്ക് നല്ല പക്കയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. ഇതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല. ബ്ലൗസും സ്കേർട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നത്. നമുക്കിതിൽ ഫുൾ വർക്ക് ചെയ്യണം. അത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് മോഡൽ. ഷോൾഡറിലും ഗ്യാപ്പ് വരുന്ന ഏരിയകളിലൊക്കെ നമുക്കിനി ഫില്ല് ചെയ്ത് കൊടുക്കണം. സ്റ്റോൺസും ചെറിയ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഹാങ്ങിങ്സ് ആണ് ഞാൻ ആദ്യം വെച്ചത്. നമ്മുടെ പരിപാടി ഓണത്തിനൊരു 1 വീക്ക് മുന്നേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. എല്ലായിടത്തും നല്ല തിരക്കാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് സാധനം തയ്ച്ച് കിട്ടാനും പാടാം. എൻ്റെ പരിപാടിക്ക് ഒരു 1 വീക്ക് മുന്നെയെങ്കിലും സാധനം കൈ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ സാധനം എനിക്ക് കിട്ടിയത് എൻ്റെ പരിപാടിക്ക് ഒരു ദിവസം മുന്നെയാണ്. കൈ കിട്ടിയിട്ട് വേണം എനിക്കതിൽ വർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തത്. ഈ ലാസ്റ്റ് നിമിഷം എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ സ്കേർട്ടിൽ ഞങ്ങൾ നല്ലപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുളമാക്കിയ ആൾക്കാരെ ഞാൻ നല്ലപോലെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ആരും ഉറങ്ങിയിട്ടില്ല. ഇപ്പം സമയം വെളുപ്പിന് 3 മണിയായി. അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ എല്ലാവരും എണീറ്റിരുന്നാലല്ലേ ഒരു വൈബുള്ളൂ. അത് ഞങ്ങൾ അങ്ങനെ അങ്ങ് ആക്കിയെടുത്തു. ഫൈനലി എൻ്റെ സ്പെഷ്യൽ ഡേക്കുള്ള കോസ്റ്റ്യൂം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിക്ക് കാണാം.